ഫാദറിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ആ ബ്ലഡിൽ അതുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാം അബൂബക്കർ. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പിന്നെ എല്ലാവരും പറയുന്ന പോലെ അച്ഛൻ ഡോക്ടറായി കഴിഞ്ഞാൽ അല്ലേ മകൻ ഡോക്ടറാവുന്നു, അല്ലെങ്കിൽ വേറെ പ്രൊഫഷനാണെങ്കിൽ അവർ അതിലേക്ക് പോകുന്നു. കൂടുതൽ സപ്പോർട്ടിങ് ഇതിനൊരു മക്കൾക്ക് ഇങ്ങനെ ആവണം എന്നൊരു ചിന്തയൊന്നും ഫാദർ ഉണ്ടായിരുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടിങ് ആയിരുന്നു. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങളുടെ താല്പര്യങ്ങൾ, അത്തരത്തിലുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇഷ്ടമാണ്, നമ്മൾ ഫീൽഡിൽ വരണം, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റണം, നല്ല അവസരങ്ങൾ കിട്ടണം. കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ കൂടുതൽ വേദികൾ ഞങ്ങൾക്കന്ന് കിട്ടിയിരുന്നു. ഞാനും ബ്രദർ നിയാസ്, എല്ലാവർക്കും അറിയാവുന്നൊരു കലാകാരനാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മിമിക്രി കലാപരിപാടികളൊക്കെ ആദ്യം ചെയ്തിരുന്നത്. യാദൃശ്യമായിട്ട് ഞാൻ എറണാകുളത്ത് വരുന്നു, അങ്ങനെ കലാഭവനിൽ ചേരുന്നു. മിമിക്രിക്കാർക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടം ഉണ്ടായിരുന്നു, മിമിക്സ് ആക്ഷൻ 500. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഹരികുമാരൻ തമ്പിയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കലാഭവനിൽ വർക്ക് ചെയ്യുന്നു. കലാഭവനിൽ 2 ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ ചിത്രത്തിൽ. കലാഭവൻ സന്തോഷ്, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അങ്ങനെയാണ് ആ ചിത്രത്തിലാണ് ഫസ്റ്റ്. അതിന് മുമ്പ് ഇങ്ങനെ 1-2 ചിത്രങ്ങൾ മുഖം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഭരതേട്ടൻ്റെ വെങ്കലം എന്ന ചിത്രത്തിൽ. പക്ഷേ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാലും കാണാൻ ബുദ്ധിമുട്ടാണ്. ആദ്യ ദിവസം തൊട്ട് അവസാന ദിവസം വരെ ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ മിമിക്രിക്കാർ മാത്രമേ ഉള്ളൂ ആ ചിത്രത്തിൽ. പിന്നെ ഞങ്ങൾ സിസ്റ്ററായിട്ട് അഭിനയിച്ചത് ചിപ്പിയാണ്. ശരിക്കും ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു അത്. കാരണം ഞങ്ങളുടെ ആയിട്ടുള്ള ഒരുപാട് തമാശകൾ, പല ട്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള കലാകാരന്മാരായിരുന്നു ആ സെറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ ആ ഷൂട്ട് തീർന്നറിഞ്ഞില്ല. പ്രൊഡ്യൂസർ, ഡയറക്ടർ ബാലുഗിരത്ത്, അദ്ദേഹമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ ഒരുപാട് ആ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും സന്തോഷിച്ച ഒരു സെറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല. ആ ഒരു സെറ്റ് അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർക്കാവുന്ന ഒരു സെറ്റായിരുന്നു. എനിക്ക് എന്നിൽ ഉള്ള ചെറിയ കഴിവുകളെ കണ്ടെത്തിയത് ബാലുഗിരത്ത് തന്നെയാണ്. അദ്ദേഹത്തിനുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. കാരണം അന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, 10-12 മക്കളാണ് രാജൻ പി ദേവന്. അദ്ദേഹത്തിൻ്റെ ഈ മക്കളിൽ ഓരോ സീൻ വരുമ്പോഴും ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അഭിനയിക്കുന്ന എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അഭിനയിക്കുന്ന അവരുടെയൊക്കെ ടാലൻറ്റ് എന്താണെന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തിരുന്നു. എൻ്റെ ഒരു ക്ലോസ് എടുത്തപ്പോൾ വളരെ സാഡായിട്ടുള്ളൊരു മൂഡാണത്. അതിൽ സിസ്റ്റർക്ക് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലോസ് എടുക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലായില്ല. ഞാൻ ആ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അത് നന്നായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടില്ല, കൂടെ ഉള്ളവർക്ക് മനസ്സിലായില്ല. എന്താ നീ ഇപ്പോൾ ചെയ്ത്? ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി, അത്രേ ചെയ്തുള്ളൂ, അത് കറക്റ്റാണ്, നീ പഠിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നീട് മായാജാലം എന്നുള്ള ചിത്രത്തിലേക്ക്, കളമശ്ശേരി കല്യാണ യോഗം ചിത്രത്തിലേക്ക് ക്യാരക്ടർ റോളിലേക്ക് വിളിക്കുന്നത് ബാലു സാറാണ്. അദ്ദേഹം ആ ഒരൊറ്റ ചിത്രത്തിൽ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു വഴിത്തിരിവായത് ആ ചിത്രം. നായിക എനിക്ക് മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന ചിത്രത്തിലാണ് എനിക്ക് നായികനെ സോണിയ. അവർ ഒരുപാട് സീൻസൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമൊന്നുമില്ല. പിന്നീട് മീനാക്ഷി കല്യാണം, അതിനുശേഷം വന്ന നായികയാണ് ഇപ്പോൾ എൻ്റെ ഭാര്യ രഹ്ന. ഈ ചിത്രം തന്നെയാണ്, മിമിക്സ് ആക്ഷൻ 500 തന്നെയാണ്. ഞങ്ങളുടെ ഡബ്ബിങ്ങിന് ശേഷം അതിൽ പല ക്യാരക്ടേഴ്സിനൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് അബദ്ധം തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് വേറെ ചിത്രങ്ങളൊക്കെ വന്നപ്പോൾ, ബാലുസാറിൻ്റെ അല്ല തമ്പി സാറിൻ്റെ ചിത്രങ്ങൾ വന്നപ്പോൾ ഗ്ലോറിയ ഫെർണാണ്ടസ് ഫ്രം USA എന്ന ചിത്രം 13 പേർക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതിൽ പപ്പുച്ചേട്ടൻ വളരെ അവശതയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടി തന്നെ അദ്ദേഹത്തിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡബ്ബിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതും ആ ചിത്രമാണ്. ആദ്യത്തെ തിരക്കഥ വായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ചിത്രത്തിലുണ്ടാവില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ കാണിക്കൂ തിരക്കഥ ഒന്ന് നോക്കട്ടെ. ഇപ്പം അതിനുള്ള ഒരു പൊസിഷനായെന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പം നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ജനം ചീത്ത വിളിക്കാത്ത, പ്രേക്ഷകന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കഥകളിലൊക്കെ ചെറിയ കഥാപാത്രമാണെങ്കിലും വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അത് അന്വേഷിക്കും, അത് വായിക്കാൻ ശ്രമിക്കും, വായിക്കാറുണ്ട്.